ബിനോദൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ ആന ദൈവം നമ്മുടെ കയ്യിൽ വന്നിട്ട് എത്ര മാസവും? ഇത് ഈ ആന ആക്ച്വലി ഇവിടെ പാലക്കാട് ഉണ്ടായിരുന്ന ആനയാണ്. മറ്റേ പുത്തൂര് പ്രകാശേട്ടയിൽ ഉണ്ടായിരുന്ന ആനയാണ്. ഇതിനിപ്പോ നമ്മൾ തൃശ്ശൂര് വാര്യത്ത് ഹരീഷൻ എന്ന് പറഞ്ഞ ഒരാള് ആന കൈമാറ്റം ചെയ്തപ്പോ നമ്മുടെ കയ്യിലാണ് ആന വന്നത്. നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ 4 മാസമായി. 4 മാസമായിട്ടുള്ളൂ. അതിനുള്ളിൽ നമ്മുടെ ആയിട്ട് ഇണങ്ങി. നമ്മുടെ കയ്യിൽ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇണങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മള് ഈ പഴയ അതായത് വയസ്സായ ആനകള്, അതുപോലെ തന്നെ വയ്യാണ്ട് കിടക്കുന്ന ആനകള്, അങ്ങനെയുള്ള ആനകളെയാണ് കൂടുതൽ ഞാനിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഭയങ്കര ക്ഷീണമായി തോന്നുന്ന ആനയാണ്. നമ്മുടെ അടുത്തൊക്കെ വരുമ്പോ അതിന്റെ പോലെയായിട്ട് ഈ പാലക്കാടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുകൾക്കൊക്കെ മനസ്സിലാവും. പഴയ പുത്തൂര് ദേവീനന്ദനാനയാണ് ഇത്. ഇതിപ്പോ വാര്യത്ത് ദേവീനന്ദൻ. നിങ്ങൾ പല്ലശ്ശേരിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഞാൻ പണ്ട് മംഗലാമൂന്നിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ കൊണ്ടക്കണ്ടമാനം പരിപാടികളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എറണാകുളം ഭാഗത്ത് ഇറങ്ങുന്ന പരിപാടികൾ. ഇപ്പൊ ഈ ആന ഇനിയിപ്പോ അധികം പാലക്കാട് ഭാഗത്ത് കൂടുതൽ പരിപാടികൾ വരും. ഇപ്പൊ കൊല്ലങ്കോടുള്ള നിതീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടനാണ് ഈ പരിപാടിയൊക്കെ എടുത്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിപാടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ പാലക്കാട് ഭാഗത്ത് ഇനി പരിപാടികളൊക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല. അപ്പൊ ആള് നമ്മൾ വിചാരിക്കുന്നവരൊന്നും അല്ല. ആള് ഭയങ്കര സിമ്പിളാണ്, പാവമാണ്, ഇറങ്ങാറൊന്നുമില്ല. നമുക്ക് ആനയെ കണ്ട പൊതുവെ ആനകളെ കാണുമ്പോൾ ചെറുതിരിക്കുന്ന സമയം മുതൽ നമുക്ക് ഇപ്പോഴും ആനയെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. വണ്ടി പോകുമ്പോഴും ശരി, നേരിൽ കാണുമ്പോഴും ശരി. എന്നാലും ഒരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, തൊടുക ചെയ്യാം. വിനോട്ടം കൂടുതൽ കൊണ്ടാണ് നമ്മൾ തൊടുന്നത്. വിനോട്ടൻ അത്രത്തോളം ധൈര്യം തന്നിട്ടുണ്ട് നമുക്ക്. വേറെ പ്രശ്നക്കാരൊന്നുമല്ല. ആളങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളതിനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള കള്ളു കുടിച്ചിട്ട് ആനയുടെ അടുത്ത് വന്ന് കുറെ ആൾക്കാർ കിടന്ന് കള്ളു കുടിച്ച് കിടന്ന് ആടാന്നില്ല. അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. സാധാരണ ഒരാൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഒരു ആനയെ കാണുമ്പോൾ വരണം, ഒന്ന് തൊടണം, അതിന്റെ അടുത്ത് നിൽക്കണം. അത് സാധാരണക്കാരായ ആൾക്കാർക്ക് ആഗ്രഹമാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പണി കൊണ്ട് കാലടി ബിനോദാണ് മൂപ്പര്. മൂപ്പര് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചാനലും മൂപ്പർക്ക് പേജൊക്കെ അത്യാവശ്യം, മൂപ്പരുടെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം ജനങ്ങൾ കാണുന്ന കാഴ്ചക്കാരാണ്. നമ്മുടെ പല്ലശ്ശേരിയിൽ വന്നിട്ടുണ്ട്. പല്ലശ്ശേരി ശിവരംപോരിലാണ് മൂപ്പര് വന്നിട്ടുള്ളത്. ശിവരംപോരിയും മഴ കാരണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വൈകുന്നേരത്ത് 3 മണിയുടെ സമയത്ത് എന്തായാലും നന്നായി നോക്കുന്നുണ്ട് തന്നെ. എന്തായാലും തൊടാൻ ഇവിടെ ഓക്കെ. കണ്ണിക്കൂടെ വെള്ളം വന്നിട്ടുണ്ട്. സംഭവം അതെല്ലാം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷവും. വീണ്ടും കാണാം. തീർച്ചയായിട്ടും.